ഇന്നത്തെ യാത്ര വന്നിട്ട് പാലക്കാട്ടേക്കാണ് കേട്ടോ. ഊട്ടിയിൽ നിന്ന് നമ്മൾ നേരെ പാലക്കാടാണ് വന്ന് സ്റ്റേ എടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് 2 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള രാമേശ്വരം ഇഡലി കിട്ടുന്ന ടീ സ്റ്റോളിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. ശ്രീ സരസ്വതി ടീ സ്റ്റോൾ എന്നാണ് ഇവിടെ ഇതിൻ്റെ പേര്. എന്തായാലും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞങ്ങളുടെ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് കുറച്ച് ദൂരേക്ക് വരണം കേട്ടോ. കാരണം ഞങ്ങൾ ഇനി എന്തായാലും സ്ഥലങ്ങൾ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നേരെ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി, സാമ്പാർ, വടയൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. അതുപോലെ അവരുടെ ഒരു സ്പെഷ്യൽ പൊടി കിട്ടും, ഇഡ്ഡലി പൊടി. അത് വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അവരുടെ ചായ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെയുള്ള ആൾക്കാരോട്ടൊക്കെ സംസാരിച്ച് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഈ ചേച്ചിയാണ് കേട്ടോ ഇതിൻ്റെ ഓണർ. നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ പുള്ളിക്കാരി വരാറുണ്ട്. നമ്മുടെ എക്സ്പോയും ഒക്കെ കനകക്കുന്നിൽ നടക്കുമ്പോൾ പുള്ളിക്കാരി വരാറുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനൊരു തവണ കഴിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കറിയില്ലല്ലോ ആളാണെന്ന്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അവരുടെ അടുക്കളയൊക്കെ കയറി കണ്ടു. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. പിന്നെ നമ്മളെ ഉണ്ടാക്കാനും അവർ അനുവദിച്ചു, വേണമെങ്കിൽ ചെയ്തോളാനൊക്കെ പറഞ്ഞു. എല്ലാം നിങ്ങൾക്ക് കയറി കാണാം കേട്ടോ. നമ്മൾ കാണണമെന്ന് പറഞ്ഞാൽ അവർ അലോ ചെയ്യും, കാരണം അത്രയും നല്ല സ്നേഹമുള്ള ആൾക്കാരാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് രഥം കാണാൻ പറ്റും. ഒരു ചില്ല് ഗ്ലാസ് ഇട്ടൊരു റൂമിൽ രഥം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഉത്സവ സമയമാകുമ്പോഴായിരിക്കും അത് പുറത്തിറക്കുന്നുണ്ടാവുക. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി. അവിടെ കുറച്ച് അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ സ്ഥലവും ഒന്നും തൊഴാനൊന്നും പറ്റിയില്ല. അങ്ങനെ അവിടെയൊക്കെ കയറി കണ്ടു. കുറച്ച് ഇതുപോലുള്ള ഐറ്റംസൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഒരു ഐറ്റം എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഇതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ഒരുപാട് സിനിമകളിൽ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞിരാമായണം മൂവീസൊക്കെ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മലയൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, മലയല്ല പാറയാണ്. നമ്മുടെ പക്ക നാട്ടിൻപുറമൊക്കെ കാണണമെങ്കിൽ ഈ ഒരു ഏരിയയിലേക്ക് വരണം കേട്ടോ. പാലക്കാട് വരുമ്പോൾ തന്നെ എന്താ പറയുക, ഗ്രാമീണ ഭംഗി ഫുള്ളായിട്ട് നമ്മൾ കണ്ടു കഴിയും. അപ്പോൾ ഇതാണ് വാമല പല്ലവൂർ ശ്രീ മുരുകൻ ടെമ്പിൾ. കുഞ്ഞിരാമായണ മൂവിയിൽ ലാസ്റ്റ് ആ ഒരു കല്യാണമൊക്കെ നടക്കുന്നത് ഇവിടെയാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്നപ്പോൾ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. 1-2 ആൾക്കാരൊക്കെ വന്നു പോകുന്നുണ്ടായിരുന്നു. ഇവന്മാർ ഞങ്ങൾക്ക് കൂട്ടുവന്നതാണ്. ഇവന്മാരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എല്ലാവരുടെ കൂടെയും പോകുന്ന ആൾക്കാരാണെന്ന്. കാരണം അത്രയും സ്നേഹത്തിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുകളിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നട്ടുച്ച സമയമായതുകൊണ്ട് അത്യാവശ്യം ചൂടും നല്ല വെയിലും ഉണ്ടായിരുന്നു. കുടയൊക്കെ എന്തായാലും പോകുമ്പോൾ കരുതണം കേട്ടോ. പക്ഷെ അവിടെ മുകളിൽ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല. പിന്നെ അത്യാവശ്യം ചൂടായതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരവും നിൽക്കാൻ പറ്റിയില്ല. ഈ ഒരു മരവും ഒരുപാട് വീഡിയോസിലും ഫോട്ടോസിലും സിനിമയിലും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചില സമയം ഇത് നന്നായിട്ട് പൂവും ഇലയൊക്കെ ആയിട്ട് നിൽക്കും. ഇത് അത്യാവശ്യം എല്ലാം കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുകയാണ്. അവിടെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഉച്ച സമയം ആയതുകൊണ്ട് ക്ഷേത്രം എല്ലാം അടച്ചു. ക്ഷേത്രത്തിനുള്ളിലൊന്നും നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ പുറത്ത് തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ തിരിച്ചിറങ്ങാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോഴേക്കും വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അധികം ഒത്തിരി അങ്ങ് പാറ കയറാനൊന്നുമില്ല. അപ്പോൾ ഇവന്മാർ കറക്റ്റായിട്ട് ഞങ്ങളെ എന്താ പറയുക ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കൊടുത്തു. പിന്നെ അടുത്ത് തന്നെ നമുക്ക് നെല്ല് കൊയ്യുന്നതെന്നൊക്കെ കാണാം കേട്ടോ. കുറച്ച് ദൂരം നമ്മളിങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ ചേച്ചിമാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചു. അവർ ഭയങ്കര സന്തോഷത്തോടെ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു, കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിലായിരുന്നു അവരെല്ലാം സംസാരിച്ചത്. നല്ല ആൾക്കാരായിരുന്നു. ഇനി നെക്സ്റ്റ് വന്നിട്ട് അയ്യപ്പൻസ് ഹോംലി മീൽസിലേക്കാണ് പോകുന്നത്. ഹൃദയം മൂവി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് വിനീത് ശ്രീനിവാസനും പ്രണവ് മോഹൻലാലും കല്യാണി ദർശനം ഒക്കെ ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഫോട്ടോസും ഇവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു ഹോട്ടലാണ്. ഇവിടെ എല്ലാവർക്കും ഇലയിട്ടാണ് കേട്ടോ സദ്യ വിളമ്പുന്നത്. ഞങ്ങൾ ചെന്നപ്പോൾ അത്യാവശ്യം തിരക്കായിരുന്നു. എല്ലാവരും നിറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് കേട്ടോ അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അണ്ടർഗ്രൗണ്ടിൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല വെറൈറ്റി കറികളായിരുന്നു കേട്ടോ. നോൺ വെജൊക്കെ കഴിക്കുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇതുവരെ കഴിക്കാത്തൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അവിടുത്തെ ആ ചേട്ടനോട് വർത്താനമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കുറേ കാര്യങ്ങളിങ്ങനെ അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ വാട്ടർഫോൾസ് അത്ര എന്താ പറയുക, വേനലായതുകൊണ്ട് നല്ല വെള്ളം കുറവാണ്. ഞങ്ങൾക്ക് 4 പേർക്കും കൂടി 120 രൂപയായിരുന്നു കേട്ടോ ടിക്കറ്റ്. കുറച്ച് ദൂരം നടക്കാനുണ്ട്. പിന്നെ പാറയാണ്. അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വെച്ചു. കാരണം പ്രത്യേകിച്ച് വേറൊരിടത്തും പോകാനില്ല ഈ ഒരു സമയത്ത്. തണലത്ത് കുറച്ച് നേരം ഇരിക്കാം എന്നുള്ള പ്ലാനാണ്. വെള്ളം നല്ല കുറവാണ് കേട്ടോ. പക്ഷേ അപ്പുറ സൈഡിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അവിടെ നിന്ന് ഒരുപാട് പേര് കുളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ താമരപ്പാടം, പിന്നെ കുടിലിടം, അങ്ങനെയൊക്കെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സ്പോട്ടുകളിലേക്കാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്.
പോകുന്നത്. അവിടെയാണ് നമ്മൾ അത്യാവശ്യം എന്താ പറയുക ഗ്രാമഭംഗി അല്ലെങ്കിൽ ഈ വയലിൻ്റെയും കിളികളുടെയും ഒക്കെ ഭംഗി കാണുന്ന ആ ഒരു മലയും പിന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന സർവമായ എന്ന് പറയുന്ന മൂവി ഷൂട്ട് ചെയ്തതും ഒക്കെ ഏകദേശം ഈ ഒരു സ്ഥലങ്ങളിലൊക്കെയാണ് കേട്ടോ. ഒരു മൂവി കാണുമ്പം ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ലേ. അത് കഴിഞ്ഞ് നമ്മൾ അതിനുള്ളിലേക്ക് കയറി അവിടെ എന്താ പറയുക കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ അവർ കുറേ ചെടികളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ആ ഒരു നെൽപ്പാടം കാണുന്ന അത്ര ഭംഗി തോന്നിയില്ലെങ്കിൽ ഇത് കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി എനിക്ക് ഫീൽ ചെയ്തു. എന്നാലും ഈ ഒരു സ്പോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ചെറിയൊരു ഹട്ട് പോലെയൊക്കെ ഇരുന്ന് ബാക്കിൽ ആ ഒരു നെൽവയലൊക്കെ കാണാൻ എനിക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്ത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിലേക്കാണ്. പക്ഷേ ഇന്ന് അവധിയായിരുന്നു നിർഭാഗ്യവശാൽ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു ടീ സ്റ്റാളിൽ നമ്മൾ കയറി ചായയൊക്കെ കുടിച്ചു. ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയും അത്യാവശ്യം ഫേമസ് ആണ്, ചില വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചിങ്ങഞ്ചിറ ശ്രീ കറുപ്പുസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. ഇതും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്. ഇവിടെയാണ് എന്താ പറയുക നമ്മുടെ ആഗ്രഹ സബലീകരണത്തിന് വേണ്ടി വരുന്നതും ബലിയർപ്പിക്കുന്നതും എന്താ പറയുക ആട് കോഴിയൊക്കെ ബലിയർപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ അങ്ങനെ പ്രത്യേകിച്ച് പൂജാരിയോ പൂജകളോ ഒന്നുമില്ല. വരുന്നവർ തന്നെ വിളക്ക് കത്തിക്കും, പൂജിക്കും, അങ്ങനെ തൊഴുവും, അങ്ങനെയൊക്കെയാണ്. ഒരു നിഗൂഢത ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഇവിടെ വന്നിട്ട്. അധികം ആൾക്കാരുണ്ടായിരുന്നില്ല, പക്ഷേ ആൾക്കാർ വരുന്നുമുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ ഉത്രാളിക്കാവിലേക്കാണ് പോയത്. ഉത്രാളിക്കാവ് അമ്പലം ഒരുപാട് സിനിമകൾ വന്നിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ്. ബാക്കിൽ എന്താ അമ്പലത്തിൻ്റെ പുറകിൽ കൂടി ട്രെയിൻ പോകുന്നതൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങൾക്ക് കറക്റ്റ് ടൈമായിരുന്നു. പക്ഷേ നെൽവയൽ കൊയ്ത്ത് കഴിഞ്ഞതുകൊണ്ട് അവിടെ ഫുൾ ആ ഒരു വരണ്ട് കിടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പാലക്കാട് കാഴ്ചകൾ അതോടുകൂടി അവസാനിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇന്ന് ഈവനിങ്ങോടുകൂടി ഞങ്ങൾ നാട്ടിലെത്തും. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ വന്നിട്ടുണ്ടായിരുന്നത് ഏതൻ തോട്ടത്തിലേക്കാണ് കേട്ടോ. കോട്ടയം എത്തിയപ്പോഴേക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ അവിടെയുള്ള ഷോപ്പുകളൊക്കെ നോക്കിയപ്പം ഒരു വെറൈറ്റി ഷോപ്പ് കണ്ടു. 365 ദിവസവും മഴ പെയ്യുന്ന ഒരു എന്താ പറയുക കള്ള് ഷാപ്പ്, അങ്ങനെ തന്നെ പറയാം. പക്ഷേ എനിക്കതിനേക്കാളും ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ തന്നെയാണ് കേട്ടോ ഇഷ്ടം. അതായത് ഇവിടെ അവർ ഒരുപാട് ഹട്ടുകൾ പോലെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിൽ 1-2 ഹട്ടിൽ അവർ എന്താ പറയുക ആർട്ടിഫിഷ്യൽ മഴ പെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഫുഡൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അവർ ആ ഒരു മഴയുടെ സംഭവങ്ങളൊക്കെ ഓണാക്കുകയുള്ളൂ. അങ്ങനെ അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു. കാരണം സമയം ഒരു 2:30-3 മണിയൊക്കെ ആവാറായി. അത്യാവശ്യം നല്ല വിശപ്പും ഉണ്ടായിരുന്നു. പിന്നെ കള്ള് മേടിച്ചെങ്കിലും ഞങ്ങൾ ആരും കുടിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അത് ഞങ്ങൾ ഉപയോഗിക്കാണ്ട് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുക്കും കേട്ടോ. പിന്നെ ഒരുപാട് വെറൈറ്റി എന്താ പറയുക മുയൽ ഫ്രൈ, പിന്നെ കള്ളപ്പം, പിന്നെ എന്താ പറയുക മറ്റേ പിടിയും കോഴിക്കറിയും, അങ്ങനെ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് കേട്ടോ ഈ പിടിയും കോഴിക്കറിയും. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും മഴ അവിടെ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ കുറച്ച് കഴിയണം ആ ഒരു വൈബിലേക്ക് എത്താൻ. പിന്നെ നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് ആ ഒരു മഴയത്ത്. പിന്നെ കുറേ നേരം അവിടെ അവരത് ഓണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ ചാർജൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇരിക്കുന്നതിന്. ഇതിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റ് തന്നെയാണ്, അങ്ങനെ ഓവർ റേറ്റഡ് ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ നാടൻ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പാലക്കാടൻ വ്ളോഗ് ഇവിടെ കഴിയാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസുമായിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ 6 ദിവസത്തെ ജേണിയാണ് ഇന്നിവിടെ തീരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.